ഹലോ, നമ്മുടെ ഇന്നത്തെ ടിപ്പ് ഓഫ് ദ വീക്ക് മാറ്റിയിട്ട് നമ്മൾ ഇന്ന് കുറേ ദിവസമായിട്ട് നിങ്ങൾ ടിപ്പ് ഓഫ് ദ വീക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ നമുക്കൊരു ട്രാവൽ വ്ളോഗ് ആക്കിയാലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് പ്രൊഫഷണൽ ഫോട്ടോസ് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ ഞാനൊരു റിസോർട്ടിൽ പോയി എടുക്കാമെന്നാണ് വിചാരിച്ചത്. അതൊരു ചെറിയ ഐലൻഡ് പോലത്തെ ഒരു തുരുത്തെന്നാണ് അതിന് പറയുന്നത്. നല്ലൊരു ജങ്കാറൊക്കെ കയറി പോകണം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ റിസോർട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. നമുക്ക് മോർണിംഗ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു 7:30 ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു. രാവിലെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ഒന്നാമത് റോഡ് നല്ല ക്ലിയറായിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനൊരു സുഖമാണ്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് ഞങ്ങൾ പോയത്. തൃപ്പൂണിത്തുറയിൽ നിന്ന് വൈക്കം റൂട്ട് എടുത്താണ് പോയേക്കുന്നത്. നമ്മളൊരു ജങ്കാറൊക്കെ കയറണം. അപ്പോൾ പെരുമ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത്. നല്ല രസമാണ് കേട്ടോ. ഈ വഴിയും ചെറിയ വഴികളൊക്കെയാണ്. ഇന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റി. ഡ്രൈവിങ് വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല അത്രയും രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ രാവിലെ തന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു ജങ്കാറിൻ്റെ ടൈമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ നമുക്ക് ചെല്ലാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ. ജങ്കാറിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ പെരുമ്പളം ജങ്കാർ സർവീസ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഈ ചാറ്റൽ മഴയുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടമായി. ഞാനപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഞാൻ കാഷ്വൽ ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയത്. പിന്നെ ശരിക്കും ഈ ജങ്കാറിലേക്ക് വണ്ടി കയറ്റുന്നത് ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ. കാരണം ഇത് റിവേഴ്സ് വെച്ചിട്ട് വേണം കയറ്റാനായിട്ട്. ഈ ലോറികളെല്ലാം തന്നെ കയറാനും ഉള്ളത്. അപ്പോൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒതുക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങേയറ്റം ഒരു റിവേഴ്സ് കയറ്റും എന്നൊക്കെയുള്ള ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ആൾ വണ്ടി ഒതുക്കി തന്നു, അതിനകത്തേക്ക് കയറ്റി ഹെൽപ്പ് ചെയ്ത് തന്നു. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എറണാകുളവും ആലപ്പുഴ ജില്ലയും തമ്മിൽ ഒരു കണക്ഷനാണ് കേട്ടോ ആ ഒരു ജങ്കാർ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഈ ജങ്കാർ അപ്പുറത്തെ സൈഡിലേക്ക് ചെല്ലുമ്പോൾ അത് ആലപ്പുഴ ജില്ലയും ഇപ്പുറത്തത് എറണാകുളം ജില്ലയുമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു ഇതിന്. അങ്ങനെ ഞങ്ങൾ ജങ്കാറിനകത്ത് കയറിയിരിക്കുക. ജങ്കാറിനകത്തെന്ന് പറഞ്ഞാൽ കാറിനകത്ത് തന്നെ നമ്മൾ കയറിയിരിക്കുക. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഇറക്കണമല്ലോ. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ കയറിയിരിക്കാൻ അവർ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാക്കരുതെന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ചെറുതായിട്ട് ഗ്ലാസ്സൊക്കെ ഞാൻ തുറന്നിട്ട്, കാരണം ഈ മഴയത്ത് ആ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ചെറിയൊരു തുരുത്ത് അല്ലെങ്കിൽ ഐലൻഡ് എന്ന് പറയാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്ഥലമൊക്കെ നോക്കുക എന്ത് ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഞാൻ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 ലേഡീസ് നിൽപ്പോട്ടെ. അവർ ശരിക്കും 2 വീലറിൽ വന്നിട്ട് വണ്ടി അതിനകത്ത് കയറ്റി വെച്ചിട്ട് അവർ നിൽക്കുക, ഹെൽമെറ്റും കുടയൊക്കെ പിടിച്ചിട്ട്. അവരെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഓർത്തു കേട്ടോ. അത്രയും കഷ്ടപ്പെട്ട് ജോലിക്ക് വരുന്നതും അവർ ആലപ്പുഴയിലേക്ക് ജോലിക്ക് പോയിട്ട് ഈവനിങ് തിരിച്ചു വരിക. അങ്ങനെ ഇവിടുന്ന് പോകുന്നവരാണ്, ജങ്കാറ് കയറി ഡെയിലി പോകുന്നവരാണ്. എൻ്റെ ഒരു സ്റ്റാഫും പെരുമ്പളത്തുനിന്ന് നമ്മുടെ തൃപ്പൂണിത്തുറ ഷോപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ ഓർത്തു കുട്ടി എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് ജോലിക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഡെപ്ത്ത് മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലമെത്തി. പെരുമ്പളം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ആലപ്പുഴ ജില്ലയിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് റിവേഴ്സ് വെച്ച് കയറ്റിയതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് പോവാണ്. ജങ്കാർ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. ചെറിയ വഴിയാണ്. റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഇവിടുന്ന് ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു, ഇവരെങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഫുള്ള് നമ്മുടെ കൈത്തുമ്പിൽ കിടന്നിട്ട് പോലും നമുക്കത്രയും അതിൻ്റെ വാല്യൂ മനസ്സിലാകുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ ജീവിക്കുന്നത് കാണുമ്പോഴാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു അമ്പലം കണ്ടു കേട്ടോ. നല്ല രസമുള്ളൊരു അമ്പലമാണ് ലാൻഡ്മാർക്ക് നമുക്ക് പറഞ്ഞിരുന്നത്. അതിൻ്റെ സൈഡിലേക്കുള്ള വഴി കൂടെയാണ് നമുക്ക് അകത്തേക്ക് റിസോർട്ടിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ റിസോർട്ടിനകത്തേക്ക് കയറി കേട്ടോ. ഇതാണ് റിസോർട്ടിൻ്റെ ഒരു ഓവറോൾ ചെറിയൊരു വ്യൂ. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 5 റൂംസാണ്. ഇതൊരു ഗേറ്റഡ് വില്ലാസ് പോലെ ഒരു ഫുള്ളായിട്ട് ഒരാൾക്ക് എടുക്കാവുന്ന രീതിയിലാണ്. 1 കീ ആണ് ഇതിൽ. അങ്ങനത്തെ രീതിയിലാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. 5 റൂംസ് ഉണ്ടാവും. അപ്പോൾ 5 ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ നിങ്ങൾക്ക് മാത്രമായിട്ട് ആ ഒരു റിസോർട്ട് അവർ തരും. അങ്ങനെയാണിത് കൊടുക്കുന്നതെന്നാണ് ഇവിടുത്തെ ഓണർ പറഞ്ഞത്.
നല്ല നല്ല വ്യൂ ആണ്, ഭയങ്കര വ്യൂ ആണ്. റൂമൊക്കെ നല്ല ഭംഗിയുള്ള റൂം, നല്ല നീറ്റായിട്ടുള്ള ജെയ് ലേക്ക് റിസോർട്ട് എന്നാണ് റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു റൂമാണ് എടുത്തത് കേട്ടോ. ആ റൂമിൽ ഇങ്ങനെ ഫുൾ ഗ്ലാസ് ഇട്ടിട്ട്, ഗ്ലാസ് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട്, അതിനകത്തൂടെയുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ മഴയും കൂടെ പെയ്തേക്കുന്നതുകൊണ്ട് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോട്ടുകളും ഒക്കെ ആ കായലിൽ കൂടെ, വേമ്പനാട് കായലാണ് കേട്ടോ ഇത്. വേമ്പനാട് കായലിൻ്റെ സൈഡിലാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രഷായി സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്തു. 9:30 ആണ് ഞങ്ങൾ ശരിക്കും എത്തിയത്. ജങ്കാറിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഹാഫ് ആൻ അവറിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ജങ്കാർ വരാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്തു. കാരണം മഴയും വെയിലും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി ക്ലൈമറ്റ് ചേഞ്ച് ആയാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തു. ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എൻ്റെ വീഡിയോസ് എടുക്കുന്ന കുട്ടി തന്നെ എടുത്തതാണ് കേട്ടോ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിനെ വെച്ചത് എനിക്ക് കുറച്ച് പ്രൊഫഷണൽ ഫോട്ടോസ് വേണമായിരുന്നു. കാരണം ഓരോ കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുമ്പോൾ നല്ല ഫോട്ടോസ് കൊടുക്കാനില്ലായിരുന്നു പ്രൊഫഷണലായിട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഒരു BNI മെമ്പർ കൂടിയാണ്, ആഷിഖാണ് നമ്മുടെ എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഹെൽപ്പ് ചെയ്തത്. BNI മെമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്ന ഉണ്ടാവും അതെന്താണെന്ന്. അത് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ മെമ്പേഴ്സ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ സാരിയാണ് കൊടുത്തത്. ടസർ സാരീസാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. എനിക്കത് കൊടുത്താൽ കുറച്ച് നീറ്റായിട്ട് ഇരിക്കും, പ്ലേറ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടവും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ആ സാരിയാണ് കൊടുത്തത്. പിന്നെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് ഓർത്തു. അങ്ങനെ അത് കൊടുത്തു. അതെടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആക്ച്വലി ഈ സാരീസൊക്കെ തന്നെ നമ്മുടെ സ്റ്റോറിലെ സാരീസാണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി അത് ഈ ഗ്രീനൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയത്, നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്ന ഐറ്റാണ്. പിന്നെ ഈ യെല്ലോ സാരി എന്ന് പറഞ്ഞാൽ ഇതും നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടസർ സാരി തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സാരി പ്ലീറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് സാരി 1 ലെയർ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ സെക്കൻഡ് സാരി എടുത്തു. പിന്നെ അതുപോലെ ഈ ഒരു പുളി കണ്ടോ, ഇതിനകത്ത് ഇവിടെ പിടിച്ച് നിൽക്കുന്നത്, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ പറയുന്നത് നെല്ലിപ്പുളി എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് അത് എടുത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. 3 സാരി, തേർഡ് സാരി വരുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് സാരി അവർ പറഞ്ഞു ഇരുന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയറൊക്കെ ഇട്ടെന്ന് അങ്ങനെ അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ ബ്ലാക്ക് സാരിയുടേതും എടുത്തു. ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന പോലെ ഇവരുടേത് ബോട്ട് ജെട്ടിയാണ് കേട്ടോ. ഈ കാണുന്നത് സൈഡിൽ കാണുന്നത് അവിടെയാണ് ബോട്ടുകളൊക്കെ വന്ന് നിർത്തുന്നത്. ഇവരുടെ സ്റ്റോപ്പ് പോലെ, നമ്മുടെ ബസ് സ്റ്റോപ്പ് പോലെ ബോട്ടുകളൊക്കെ ആലപ്പുഴയിൽ നിന്നൊക്കെ വരുന്ന ഗവൺമെൻറ് ബോട്ടുകളും അല്ലാതെ നമ്മൾ പ്രൈവറ്റ് ബസ് പോലെ ഇവർക്ക് പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് നിർത്തുന്ന ഒരു സ്റ്റോപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ നടക്കാനും കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ വ്യൂ ഒക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ നടക്കാനൊക്കെ രസമാണ്. മഴയും ഉള്ളതുകൊണ്ട്, മഴയും ചെറിയ വെയിലും, അങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ ഞാനൊരു യെല്ലോ നമ്മുടെ ലിനൻ ചുരിദാറിട്ടൊരു ഫോട്ടോ, ചുരിദാറല്ല കുർത്തി ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തു. പിന്നെ ബ്ലാക്ക് കുർത്തി കലംകാരി വെച്ചിട്ട് നമ്മൾ ഗ്ലിറ്റേഴ്സ് ബ്രാൻഡഡ് ചെയ്തൊരു കുർത്തി ഉണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോ എടുത്തു. അതൊക്കെ ഒരു 3 ഡ്രസ്സ് ചുരിദാർ, 6 കോസ്റ്റ്യൂമായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ BNI മെമ്പേഴ്സ് തന്നെ ഒരു 3-4 പേരുണ്ട്, എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഓരോ വീഡിയോസും ഇതൊക്കെ എടുക്കാനുണ്ട്, റീൽസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു. അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് ആ ഹട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. ഫ്രണ്ട്സാണ്. ഡോക്ടർ ദിവ്യ ആയുർവേദ ഡോക്ടറാണ്. പിന്നെ ഉള്ളത് സുനിത കൊറിയോഗ്രാഫറാണ്, സുനിത റാവു. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് നേരം അവരുമായിട്ട് എൻജോയ് ചെയ്തു, സംസാരിച്ചു, ചിരിച്ചു കളിച്ച് അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ ചെറിയ വഴിയിലൂടെ വീണ്ടും തിരിച്ചു പോയി. ജങ്കാറിൻ്റെ അവിടെ എത്തി. വണ്ടി ഞാൻ ആഷിഖ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും. ആളുടെ ഫോട്ടോഗ്രാഫി കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ തന്നെ എടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തന്നെ റിവേഴ്സൊക്കെ വെച്ച് വണ്ടി കയറ്റി. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മളത് ചെയ്യുമല്ലോ. അങ്ങനെ വണ്ടിയൊക്കെ കറക്റ്റായിട്ട് തന്നെ കയറ്റി. അത്രയും കുറേ വണ്ടികളുണ്ടായിരുന്നു തിരിച്ച്. നമ്മൾ രാവിലെ കണ്ട വണ്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ കണ്ട ആ ലേഡീസ് വീണ്ടും നമ്മുടെ കൂടെ തിരിച്ചു അതുപോലെ തന്നെ 2 വീലറായിട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ രാവിലെ ജോലിക്ക് പോയിട്ട് തിരിച്ച് വൈകുന്നേരം തിരിച്ച് കയറുകയാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് ജെയ് ലേക്ക് റിസോർട്ട് എന്നാണ്. ഇതിൻ്റെ ലിങ്കും അവരുടെ പേജും എന്തെങ്കിലും നിങ്ങൾക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോയി സ്റ്റേ ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ഷിക്കാര ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ഷിക്കാര ബോട്ടും അങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ എന്തൊക്കെയോ സർവീസുകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനാണ്. ഡിസ്ക്രിപ്ഷനിൽ അവരുടെ ലിങ്കൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോയി സ്റ്റേ ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പ്രൊഡക്റ്റ് വീഡിയോയും സൽവാറും സൂട്ട്സും സാരീസൊക്കെ അല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊരു ഇടയ്ക്കൊരു ചേഞ്ച് ആവട്ടെ എന്ന് ഓർത്താണ് ട്രാവൽ വ്ളോഗ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി വേണം, എന്തൊക്കെ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇനി നമുക്ക് യാത്രകളും ചെറിയ ചെറിയ ടിപ്പ് ഓഫ് ദ വീക്കും അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാനിനി ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.